ഇന്നത്തെ വീഡിയോ കേരള സിലബസ് 9ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ പെയർ ഓഫ് ഇക്വേഷൻസ് സമവാക്യ ജോഡികൾ എന്ന ചാപ്റ്ററിലെ ആദ്യത്തെ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് ആണ്. അതിലെ 8ാമത്തെ ക്വസ്റ്റ്യൻ. മുമ്പുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട്. 8ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ആൻ ഒബ്ജക്റ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ സ്പീഡ് ഓഫ് u meter per second and travels along a straight line. If the speed increases at the rate of a meter per second every second, അതായത് ആക്സലറേഷൻ എന്ന് വിചാരിക്കാം. The speed at time t seconds is u plus at. The speed at 1 second is 5 meter per second and 5 seconds 13 meter per second. What is the rate at which speed is increasing? What is the starting speed? ഇതൊരു ഫിസിക്സിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഫിസിക്സിലെ വലിയ ക്വസ്റ്റ്യനായിട്ട് കണ്ട് പേടിക്കൊന്നും വേണ്ട. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ആക്സലറേഷൻ ഉണ്ട്, ഇനിഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി ഒക്കെ തന്നെയാണ് ഉള്ളത്. ആൻ ഒബ്ജക്ട് സ്റ്റാർട്ട്സ് വിത്ത് എ സ്പീഡ് ഓഫ് u മീറ്റർ പെർ സെക്കൻഡ്, അതായത് ഇനിഷ്യൽ വെലോസിറ്റി, ആദ്യ പ്രവേഗം. അപ്പോൾ u മീറ്റർ പെർ സെക്കൻഡ്, u എത്ര നമുക്കറിയില്ല, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആദ്യ പ്രവേഗം u മീറ്റർ പെർ സെക്കൻഡ്, ആ പ്രവേഗത്തിൽ, ആ വെലോസിറ്റിയിൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്തു, സഞ്ചരിക്കാൻ തുടങ്ങി along a straight line. If speed increases at the rate of a meter per second every second, അതായത് എ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, അതായത് ആക്സലറേഷൻ തന്നെയാണ് ഉദ്ദേശിച്ചത്. അതായത് ഓരോ സെക്കൻഡിലും എ മീറ്റർ പെർ സെക്കൻഡ് വെച്ച് വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് ആക്സലറേഷൻ, അതായത് ത്വരണം. ദ സ്പീഡ് അറ്റ് ടൈം ടി, അതായത് ടി സെക്കൻഡ് എത്തുമ്പോൾ, അല്ലെങ്കിൽ ടി എത്രയോ സെക്കൻഡ് കഴിയുമ്പോൾ അവിടുത്തെ സ്പീഡ് കാണാൻ വേണ്ടി നമുക്ക് ഇക്വേഷൻ ഉണ്ട്. നമുക്ക് ഫൈനൽ വെലോസിറ്റി v = എന്ന് പറയുന്ന പോലെ തന്നെ ഫിസിക്സിലുള്ള ഇക്വേഷൻ. അതിവിടെ നമുക്ക് ഫിസിക്സിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട, കാരണം നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഫിസിക്സിലാണെങ്കിൽ വി യു എ തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കണം. ഇവിടെ ടി സെക്കൻഡിലെ സ്പീഡ് അല്ലെങ്കിൽ ആ ടൈമിലുള്ള അപ്പോഴത്തെ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി എന്ന ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ അതിനകത്തെ പ്രത്യേകത, ഓരോ കേസിലെയും ആൻസർ നമുക്കറിയാം. ദ സ്പീഡ് അറ്റ് 1 സെക്കൻഡ് 5 മീറ്റർ പെർ സെക്കൻഡ്, ഒരു സെക്കൻഡ് കഴിയുമ്പോഴുള്ള സ്പീഡ് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതുപോലെ അറ്റ് 5 സെക്കൻഡ്സ്, 5 സെക്കൻഡ് കഴിയുമ്പോഴുള്ള സ്പീഡ് 13 മീറ്റർ പെർ സെക്കൻഡ് ആണ്. വാട്ട് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് സ്പീഡ് ഈസ് ഇൻക്രീസിങ്, അതായത് അവിടുത്തെ റേറ്റ് എന്ന് വെച്ചാൽ ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് എന്ന് വെച്ചാൽ എ ആണ്, ആക്സലറേഷൻ ആണ്. അതുപോലെ വാട്ട് ഈസ് ദ സ്റ്റാർട്ടിങ് സ്പീഡ്, തുടക്കത്തിലെ സ്പീഡ് നമുക്ക് u ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ഫിസിക്സിലെ ആണെങ്കിലും നമുക്കിവിടെ ചെയ്യാൻ ക്വസ്റ്റിനകത്ത് ഇക്വേഷൻ തന്നിട്ടുണ്ട്. അവിടെ അറിയാത്ത നമുക്ക് 2 വേരിയബിൾ ഉണ്ട്, അതായത് യുവും എയും. ആ യുവും എയും കണ്ടുപിടിക്കാൻ വേണ്ടി അത് ഇക്വേഷൻ ഉണ്ടാക്കാനുള്ള വഴികളും ഈ ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫിസിക്സിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ കണ്ടിട്ടുള്ള ഈ സംഭവം ആയതുകൊണ്ട് ഞാൻ ഫിസിക്സിലെ ക്വസ്റ്റിനാണ് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫിസിക്സിലെ ആക്സലറേഷനോ വെലോസിറ്റിയോ ഇനിഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി, ഈ കാര്യങ്ങളൊന്നും അറിയണം എന്നൊരു നിർബന്ധമില്ല. അതില്ലെങ്കിലും ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാം, കാരണം u + at നമുക്ക് തന്നിട്ടുണ്ട്, ഇക്വേഷൻ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഫിസിക്സ് എന്നത് ചിന്തിക്കേണ്ട, നമുക്ക് മാത്സ് തന്നെ ചെയ്താൽ മതി. നമുക്ക് ഇതിനകത്ത് ഇക്വേഷനെ സോൾവ് ചെയ്യാം. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇക്വേഷൻ ഉണ്ടാക്കി സോൾവ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ചിന്തിക്കേണ്ട കാര്യമില്ല. നമുക്ക് ആവശ്യമുള്ളതെല്ലാം അത് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ടാവും. അത് ഏതൊക്കെയാണ് നമ്മൾ തിരിച്ചറിയുക, അത് കണ്ടുപിടിച്ച് നമ്മളത് എഴുതി കഴിഞ്ഞാൽ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള വഴി, ആ മാർഗം നമ്മുടെ മുന്നിൽ തെളിയും. അത്രയേ ഉള്ളൂ. ഈ ഫിസിക്സിലെ, പ്രത്യേകിച്ചും ഫിസിക്സിലെ ആണെങ്കിലും, ഫിസിക്സിലെ ഇപ്പോൾ 9ാം ക്ലാസ്സിൽ, ഇനിയിപ്പോൾ ഫിസിക്സിൽ വരുന്നുണ്ട്, നമുക്ക് അടുത്തടുത്ത വീഡിയോകൾ നമുക്ക് ചെയ്യാം. ഇതിലെ കുറേ പ്രോബ്ലങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വിഷമമുള്ള പ്രോബ്ലമാണ് ഇപ്പോൾ മെക്കാനിക്സിലെ ഈ സ്പീഡ്, ടൈമൊക്കെ വരുന്ന പ്രോബ്ലം. പക്ഷെ അതാണ് എൻ്റെ അഭിപ്രായത്തിൽ 9ലെ ആ പ്രോബ്ലമാണ് ഏറ്റവും എളുപ്പം. പക്ഷെ പലർക്കും അത് വിഷമമാണ്, കാരണം ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ, ആ ഇക്വേഷൻ അറിയാമെങ്കിൽ ക്വസ്റ്റ്യനൊക്കെ ഡയറക്റ്റ് ആയിരിക്കാം. വാല്യൂസ് ആ കഥ പോലെ ക്വസ്റ്റ്യൻ തരും. ഇതേപോലെ ഇപ്പോൾ
ആ ഒബ്ജക്റ്റ് സ്റ്റാർട്ട് വിത്ത് സ്പീഡ് എന്നൊക്കെ പറഞ്ഞ് കഥ തരും. ആ കഥയിൽ നിന്നും ഏതാണ് യു, ഏതാണ് എ, ഏതാണ് ടൈം, ഇതൊക്കെ നമുക്ക് നോക്കി മനസ്സിലാക്കി എടുത്ത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പിന്നെ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അത് ഫിസിക്സിൻ്റെ ആ വീഡിയോ വരുമ്പോൾ ഞാൻ പറയാം. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ തന്നിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഓരോ കാര്യം എടുത്ത് നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കാം, ചെയ്തു തുടങ്ങാം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് തരാം. സ്പീഡ് ഇൻ ടി സെക്കൻഡ്സ് ഈക്വൽ ടു, അതാണ് നമ്മുടെ ഇക്വേഷൻ, യു പ്ലസ് എ ടി. ഇനി സ്പീഡ് അറ്റ് 1 സെക്കൻഡ്, അവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. സ്പീഡ് അറ്റ് 1 സെക്കൻഡ് ഈക്വൽ ടു, അത് നമുക്ക് 5 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്, 5 മീറ്റർ പെർ സെക്കൻഡ്. ഇനി സ്പീഡ് അറ്റ് 5 സെക്കൻഡ് 13 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇത്രയും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി സ്പീഡ് അറ്റ് 1 സെക്കൻഡ് എന്ന് പറയുന്നത് 1 സെക്കൻഡിലെ നമുക്ക് എടുക്കാൻ പറ്റുന്നത് യു പ്ലസ് എ ഇൻറ്റു ടി, അതായത് യു പ്ലസ് എ ഇൻറ്റു 1, അത് ഈക്വൽ ടു 5 ആണ്, ഈക്വൽ ടു 5 ആണ്. അതായത് യു പ്ലസ് എ ഇൻറ്റു 1 എ ഈക്വൽ ടു 5 ആണ്. അതായത് യു ഈക്വൽ ടു 5 മൈനസ് എ എന്ന് എടുക്കാം. വേണമെങ്കിൽ നമുക്ക് അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് എടുത്ത് വെക്കാം. യു ഇസ് ഈക്വൽ ടു 5 മൈനസ് എ. ഇനി സ്പീഡ് അറ്റ് 5 സെക്കൻഡ്, 5 സെക്കൻഡിൽ യു പ്ലസ് 5 എ, യു പ്ലസ് 5 എ, അതായത് എ ഇൻറ്റു 5 ഈക്വൽ ടു, അത് 13 മീറ്റർ പെർ സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് 5 മൈനസ് എ ഫോർ യു ഇൻ ദിസ് ഇക്വേഷൻ. അപ്പോൾ എക്ക് പകരം യുവിന് പകരം നമുക്ക് 5 മൈനസ് എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കാരണം യു ഈക്വൽ ടു 5 മൈനസ് എ എന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ യു പ്ലസ് 5 എ എന്നുള്ളത് 5 മൈനസ് എ പ്ലസ് 5 എ ഈക്വൽ ടു 13 എന്ന് നമുക്ക് കിട്ടും. ഇനി ഈ 5നെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ മൈനസ് എ പ്ലസ് 5 എ ഈക്വൽ ടു 13 മൈനസ് 5 എന്ന് കിട്ടും. 5 എ മൈനസ് എ, അതായത് 4 എ ഈക്വൽ ടു 13 മൈനസ് 5 8 ആണ്. Therefore a ഈക്വൽ ടു 8/4 ഈക്വൽ ടു 2 എന്ന് കിട്ടും. ദെൻ യു ഈക്വൽ ടു 5 മൈനസ് എ ആണ്. അപ്പോൾ ഇവിടെ ഈക്വൽ ടു 5 മൈനസ് എയുടെ വാല്യൂ നമുക്ക് 2 എന്ന് കിട്ടി. 5 മൈനസ് 2 ഈക്വൽ ടു 3 എന്ന് കിട്ടി. അപ്പോൾ നമുക്കിവിടെ എ ഈക്വൽ ടു 2 എന്നും യു ഈക്വൽ ടു 3 എന്നും കിട്ടി. അപ്പോൾ ഇവിടെ റേറ്റ് അറ്റ് വിച്ച് സ്പീഡ് ഈസ് ഇൻക്രീസിങ് ഈക്വൽ ടു, അതാണ് എ. ഇവിടെ നമുക്ക് ആക്സലറേഷൻ എന്ന് പറയാം. റേറ്റ് അറ്റ് വിച്ച് സ്പീഡ് ഈസ് ഇൻക്രീസിങ് ഈക്വൽ ടു 2 മീറ്റർ പെർ സെക്കൻഡ്. ഇതിവിടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നത് 2 മീറ്റർ പെർ സെക്കൻഡ് വെച്ചിട്ട് ഓരോ സെക്കൻഡിലും, അങ്ങനെ ഇവിടെ എടുത്ത് പറയുന്നുണ്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നുള്ള യൂണിറ്റ് നമ്മൾ കൊടുക്കാത്തത് വെലോസിറ്റി ആയിട്ട് തന്നെ പരിഗണിക്കുന്നു. അത് ആക്സലറേഷൻ ആയിട്ട് പരിഗണിച്ചാൽ 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കൊടുക്കേണ്ട വന്നേനെ ആക്സലറേഷൻ യൂണിറ്റ്. ഇതിപ്പോൾ ഓരോ സെക്കൻഡിൽ ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു, ഫിസിക്സിലേക്ക് അതിനെ കടത്തിയിട്ടില്ല. ഓരോ സെക്കൻഡിൽ ഇൻക്രീസ് ചെയ്യുന്ന സ്പീഡ് അതെന്താണെന്ന് ഫിസിക്സിൽ പറയുമ്പോഴാണ് ഇത് ആക്സലറേഷൻ ആവുക. ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ തന്നു, നമ്മളത് സോൾവ് ചെയ്തു. അപ്പോൾ ഇൻക്രീസ് ചെയ്യുന്ന സ്പീഡിൻ്റെ റേറ്റ് എന്ന് വെച്ചത് അത് 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 2 മീറ്റർ പെർ സെക്കൻഡ് വെച്ച് ഓരോ സെക്കൻഡിലും അത് ഇൻക്രീസ് ചെയ്യുന്നു എന്നെടുത്ത് പറയുമ്പോഴാണ് അവിടെ ആക്സലറേഷൻ ആവുന്നത്. നമുക്ക് ഇവിടെ വേണ്ട ആൻസർ 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി സ്റ്റാർട്ടിങ് സ്പീഡ് ഇനീഷ്യൽ വെലോസിറ്റി ആണ്. അത് തുടക്കം എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല, അത് കാണാനുള്ള വഴി തന്നിട്ടുണ്ട്. അപ്പോൾ അത് യു ആണ്, അത് 3 മീറ്റർ പെർ സെക്കൻഡ് ആണ് സ്റ്റാർട്ടിങ് സ്പീഡ്, അത് വെലോസിറ്റി തന്നെയാണ്. അപ്പോൾ നമുക്ക് പറഞ്ഞിരിക്കുന്ന ആൻസർ കിട്ടി.